റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമവാദം തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത. അടച്ചിട്ട കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്ന് വിചാരണ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അതിജീവിത ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം ഉണ്ടായത്. ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ. ആർ റോഷിപാൽ, പരസ്യമാകട്ടെ കാര്യങ്ങൾ എന്ന നിലപാടിലേക്ക് എത്തുകയാണോ അതിജീവിത? സുജയ, നടിയാക്രമിച്ച കേസിലെ ഇനി തുടർവാദങ്ങൾ, അന്തിമവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറം ലോകം അറിയട്ടെ എന്ന നിലപാടിലേക്ക് അതിജീവിത എത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനി തുറന്ന കോടതിയിൽ വാദം നടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിചാരണ കോടതിയായ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അതിജീവിത ഹർജി സമർപ്പിച്ചു. ഈ ഹർജിയിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. നേരത്തെ ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഇത്തരം കേസുകൾ, പീഡന കേസുകൾ അടക്കം അടച്ചിട്ട കോടതിയിൽ വാദം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇരകളുടെ സ്വകാര്യത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വാദങ്ങളും കോടതി നടപടികളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി അന്തിമവാദം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. പരമാവധി 1-2 മാസം ഈ വാദം നീണ്ടു നിന്നേക്കും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അത്രയും സമയം ഈ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും പൊതുജനം അറിയേണ്ടതാണ് എന്ന നിലപാടിലേക്ക് അതിജീവിത എത്തുന്നു. നേരത്തെ നമുക്കറിയാം, അതിജീവിത 2021 ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം 2022 മുതൽ അങ്ങോട്ട് പോരാട്ടം സജീവമാക്കിയതാണ്. മാത്രവുമല്ല, അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താൻ അതിജീവിതയാണെന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് ഈ നടി. അതുകൊണ്ട് തന്നെ നിർണായക നീക്കം കൂടിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. സുജയ. ഓക്കെ.